ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ദൈവം തന്നിരിക്കുന്ന ആ നട്ടൽ അവിടെ ഇരിക്കുമെന്ന്. എനിക്കിവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട്, ലേഡീസ് ആൻഡ് ഓൾസോ ദി മെൻ, മൈ ഓൺലി റിക്വസ്റ്റ് ഈസ്, ഇത് മാത്രമേ ഉള്ളൂ, മൈ ഓൺലി റിക്വസ്റ്റ്, ദൈവം തന്നിരിക്കുന്ന ആ നട്ടൽ അവിടെ ഇരിക്കണ. ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ ചവിട്ടുപറ്റിയാകാനുള്ള, ഡോർമാറ്റാകാനുള്ള ജീവിതങ്ങളല്ലെന്നുണ്ട്. ഓക്കെ, ശ്രീറാം, അബിൻ, നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഞാൻ പറയുക. യു ആർ നോട്ട് ഇൻ ടു ദ സിവിൽ സർവീസ് ടു ബി എ ഡോർമാറ്റ് ഫോർ സം ചീപ്പ് പൊളിറ്റീഷ്യൻ. സോറി, ഞാൻ രാഷ്ട്രീയക്കാരന, MLA ആയിരുന്നു, BJP നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ട് പറയുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ സർവീസസ്, അല്ലെ? എസോർണോ? എന്തുകൊണ്ടാ? ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ജനങ്ങൾക്ക് എന്തൊക്കെയോ പ്രതീക്ഷ കൊടുത്തോ, ആ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഇന്ത്യൻ രാജ്യത്തെ എവിടെയാക്കണമെങ്കിൽ ഇന്ത്യൻ സിവിൽസ് വേണമെന്ന് കണ്ട് ഇതാ ഇന്ത്യൻ സിവിൽസ് ഉണ്ടാക്കി. രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ല. യെസ്, രാഷ്ട്രീയക്കാരന്റെ പ്രൊറോഗറ്റീവാണ്, അധികാരമാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. എന്ത് തീരുമാനങ്ങളാ? പോളിസി തീരുമാനങ്ങളാ. പിയൂണിനെ നിയമിക്കുന്നു, ക്ലാർക്കിനെ നിയമിക്കുന്നു ഒന്നും അല്ല. അല്ല, ഇവിടെ IAS മനുഷ്യനാണ്. ഈസ് എ ഹ്യൂമൻ ബീയിങ്. അല്ലാതെ വെറുതെ അവിടെ അവർ പറയുന്നത് ഒപ്പിടാൻ വേണ്ടിയല്ല. ഞാൻ DDA കമ്മീഷനായിരിക്കും ഓർക്കുന്നുണ്ട്, ഞാൻ അവിടുത്തെ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ കമ്മീഷനാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതാ ഒരു മദ്രാസി വന്നിരിക്കും, നമ്മൾ ഈ കറുത്ത തൊലിയുള്ള നമ്മളെല്ലാം മദ്രാസികളാണ്. ഇയാൾക്ക് ഭാഷ അറിയത്തില്ല, ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമല്ല, ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ലെറ്റ് മി ട്രൈ. ലിസ്റ്റ് ഉണ്ടാക്കി ഡൽഹിയിലെ അനധികൃതമായി കെട്ടിടം പറഞ്ഞിരിക്കുന്നത് നോക്കിയപ്പോ ഉണ്ടാ 1,00,000 ഏക്കർ DDAയുടെ ഡൽഹിയില്. അതിനകത്ത് 10,000 ഏക്കർ എൻക്രോച്ച് ചെയ്തിരിക്കുക. ആരാ എൻക്രോച്ചസ്? ആരാ? മുഴുവൻ ഡൽഹിയിലെ ഏറ്റവും വലിയ അധികാരപ്പെട്ട രാഷ്ട്രീയക്കാരാ. അതിനകത്ത് ഏറ്റവും വലിയ ആൾക്കാരാരാ? ടോപ്പ് 10 ദ മോസ്റ്റ് പവർഫുൾ പൊളിറ്റീഷ്യൻസ് ഓഫ് ഡൽഹി. അതിനകത്ത് നമ്പർ 1 ആരാന്നറിയോ? ഇന്ത്യ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മഫിയ നേതാവായ HKL ഭഗത്. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും. 1984 ഇന്ദിരാഗാന്ധിയെ 2 സർദാർജിമാരെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ അടുത്ത 3 ദിവസം കൊണ്ട് 3600 സർദാർജിമാരെ ജീവനോടെ ചുട്ടുവന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എൻക്രോച്ച്മെന്റ് വലിപ്പം എത്രയാണെന്നറിയോ? പണിതിരിക്കുന്ന കെട്ടിടത്തിന് വലിപ്പം 2,00,000 സ്ക്വയർ അടി. ഞാൻ പറഞ്ഞു, ദിസ് പേഴ്സൺ ഈസ് മൈ ടാർഗറ്റ്. DDA ഞെട്ടല, സാറേ ഇയാളെ തൊട്ട നാളെ വൈകുന്നേരം ജീവിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നോക്കട്ടെ, നാളെ വൈകുന്നേരം ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല പ്രശ്നം, ഇന്ന് നമ്മുടെ കർത്തവ്യം ചെയ്യുന്ന പ്രശ്നം. എന്റെ കീഴിൽ 36,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. എവരിബഡി വാസ് വെരി സ്കേർഡ്. ഞങ്ങളങ്ങ് ഒരുങ്ങി. 10,000 പോലീസുകാര് ട്രക്കേല്, ലാത്തിയും കൊണ്ടല്ല, തോക്കും കൊണ്ട്. അതിനു മുമ്പ് 25 ബുൾഡോസർ, ഇവിടെ കാണുന്ന മൂട്ട പണക്കുള്ള സാധനമല്ല, ഹ്യൂജ് മാസീവ് ബുൾഡോസർ. അതിനു മുമ്പ് ഞാന് ഇങ്ങനൊന്നുമല്ല, എന്റെ കൗബോയ് ബൂട്ട്സ് വിട്ട് 2 തോക്ക്, ഒരെണ്ണം എന്റെ ഹിപ്സിൽ, ഒരെണ്ണം എന്റെ ബൂട്ട്സിൽ, പിന്നെ നല്ല സ്റ്റെറ്റ്സും കൗബോയ് തൊപ്പിയും വെച്ച് ഞാനും എന്റെ പട്ടിയും കൂടെ ഒരു തുറന്ന ജീപ്പിൽ. എന്തിനെ പട്ടിയെ കൊണ്ടുവന്ന്? ഇതൊക്കെ ഒരു ഷോയാ. ഈ മമ്മൂട്ടി മോഹൻലാലിന് മാത്രമല്ല ഈ ഷോ കാണിക്കാൻ പറ്റും, നമുക്ക് കാണിക്കാൻ പറ്റും. ഞങ്ങള് രാവിലെ 5:30 മോഡൽ ടൗണിൽ ചെന്നപ്പോ എല്ലാരും പേടിച്ചോടി ഓടാൻ തുടങ്ങി. എല്ലാരും വിചാരിച്ചു പാകിസ്ഥാൻ ഇന്ത്യ കൈയടക്കുകയാണ്. ഇങ്ങനൊരു ഫോഴ്സ് അവർ കണ്ടിട്ടില്ല. അടുത്ത 36 മണിക്കൂറോട് ഞങ്ങളുടെ 2,00,000 സ്ക്വയർ അടി ഇടിച്ചു പൊളിച്ച് പൊടിയാക്കി കളഞ്ഞു. അടുത്ത ദിവസം പത്രത്തിൽ മുഴുവൻ പടം, ദ ഡിമോളിഷൻ മാൻ കംസ് ടു ഡൽഹി. അടുത്ത 5 വർഷം കൂടി ഞങ്ങള് 14,310 കൊട്ടാരങ്ങൾ ഇടിച്ചു പൊളിച്ചു. അതിനകത്ത് 6 കേന്ദ്രമന്ത്രിമാരുടെ കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. എല്ലാരും പറയും ഇതൊരു അത്ഭുതമാണ്, ഇറ്റ്സ് എ വണ്ടർ, ഇറ്റ്സ് എ മിറക്കിൾ. പത്രക്കാരൊക്കെ എഴുതുന്ന കേട്ടോ. ഇതിനകത്തൊരു ചുക്കുമില്ല. ലെറ്റ് മീ ടെൽ യു, നത്തിങ്. നട്ടലുണ്ടോ ശ്രീറാം? അത് മക്കളെ, നട്ടലുണ്ടോ? ഇതൊരു പ്രശ്നമില്ല.